ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ തെങ്ങിന് ഞാൻ ആദ്യം മഴ പെയ്യുമ്പോൾ കുറച്ച് കോഴി വളം, പിന്നെ 18 പിന്നെ ഉപ്പ്, വേപ്പും പിണ്ണാക്ക്, പിന്നെ കടലപ്പിണ്ണാക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്തതാണ്. കൃഷിഭവനിൽ നിന്ന് വളം ഉണ്ടായിരുന്നു, 3 കൊല്ലത്തേക്കുള്ള വളം ഉണ്ടായിരുന്നു. അത് ഞാൻ കൊല്ലത്താൽ ഇട്ട് കൊടുക്കുന്നതാണ്. ഇനിയിപ്പോൾ ഈ വേനിക്കാലം ഇതിൻ്റെ മേലെ നല്ല തേങ്ങ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ വേനിക്കാലം ആകുമ്പോൾ ഞാൻ എന്നാ ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ ഇതിങ്ങനെ തുറന്നിട്ട്, ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ തുറന്നിട്ട് ഇതിൻ്റെ അകത്ത് പിന്നെ ഇതേപോലെ ഇട്ട് വെക്കുക. ഇതേപോലെ തുറന്നിട്ട് ഈ ചേരി കൊണ്ടുപോയിട്ട് ഇങ്ങനെ നമ്മൾ കമിച്ച് വെക്കുക. എന്നിട്ട് വെള്ളം അടിച്ച് കൊടുക്കും. വെള്ളം അടിച്ച് കൊടുത്താൽ നമുക്ക് തച്ചു തീർക്കാൻ വീഴുന്ന തേങ്ങ ദേശം കിട്ടും. കണ്ടില്ലേ, ഇത് കണ്ട, ഇതേപോലെ വട്ടത്തിലാക്കി ഇനിയിപ്പോൾ ഇതിങ്ങനെ കമിച്ച് വെക്കുക. ഇതേപോലെ നമ്മളിങ്ങനെ കമിച്ച് വെക്കുക. കണ്ട, ഇതേപോലെ കമിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ചൂടേശൂല, നല്ല ഇത് കിട്ടും, നല്ല വളവ് കിട്ടി. ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക. എൻ്റെ ടൈമിൽ തേങ്ങ നോക്കുക, എത്രയാ തേങ്ങ നോക്കി നോക്ക്. നല്ലോണം തച്ചു തീർക്കാൻ മാത്രം തേങ്ങയുണ്ട്. പറിച്ചാൽ മാസം നമുക്ക് പറിക്കാൻ ഇഷ്ടംപോലെ തേങ്ങയുണ്ട്. അത്രയും തെങ്ങിന് അനുസരിച്ചുള്ള തേങ്ങയല്ല, നല്ലപോലെ തേങ്ങയുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ നമ്മളിതിങ്ങനെ പാവിയിട്ട് ചുറ്റും പാവി കൊടുക്കുക. ഇതേപോലെ പാവി കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പാവി കൊടുത്തിട്ട് ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ നല്ല തണുപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതിങ്ങനെ ചുറ്റും പാവി കൊടുക്കുക. ഇതേപോലെ പാവി കൊടുക്കുക. കണ്ടല്ലോ, ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് നല്ല വെള്ളം അടിക്കുമ്പം നല്ലപോലെ ഇതേപോലെ വെള്ളം അടിച്ചു കൊടുത്താൽ ആ വെള്ളത്തിൻ്റെ തണുപ്പ് അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ട് ഉണങ്ങിപ്പോവില്ല, തെങ്ങ് കാഞ്ഞു പോവില്ല. അപ്പോൾ നല്ല വിളവ് കിട്ടും. അതിനാണ് ഞാൻ ഇങ്ങനത്തെ പണിയെടുക്കുന്ന ചേരി ഇതേപോലെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഇത് തന്നെ ഈ 2 കൊല്ലം കഴിയുമ്പോഴേക്ക് ഇത് വളമാവും. ഈ 1 കൊല്ലം ഈ മഴയും കൂടി കഴിയുമ്പോഴേക്ക് ഇത് നല്ല വളമായിട്ട് വരുമല്ലോ. അതിനാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതേപോലെ നിങ്ങളും നിങ്ങളെ തെങ്ങിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും കിട്ടും. ഇതുപോലെയുള്ള വളങ്ങൾ നിങ്ങൾക്കും കിട്ടും. ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും എൻ്റെ ഇതേപോലെയുള്ള തേങ്ങ കിട്ടും. അതുകൊണ്ട് നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്ക് എന്ന് പറയാനാണ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ഈ കുറച്ചും കൂടി എടുത്തിട്ട് കൊണ്ട് ഇത് പോരാ, ഞാൻ എടുത്തിട്ട് വരട്ടെ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ ചുറ്റും ഇങ്ങനെ പാവി കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം നനച്ച് കൊടുത്താൽ, ഇതിൻ്റെ അകത്ത് വെള്ളം നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചുറ്റും നനച്ച് കൊടുത്താൽ ഇതിൻ്റെ ഈർപ്പം ഒരാഴ്ചക്ക് 1 ദിവസം നല്ലപോലെ നനച്ച് കൊടുത്താൽ മതി. ഇതിങ്ങനെ പാവിക്കഴിഞ്ഞാൽ നല്ല ഈർപ്പം നിലനിൽക്കും. അതുകൊണ്ട് പിന്നെ തെങ്ങിന് നല്ല തണുപ്പുണ്ടാകും, തെങ്ങ് കാഞ്ഞു പോകില്ല. അതുകൊണ്ട് നമുക്ക് നല്ലപോലെ തേങ്ങ ഇഷ്ടംപോലെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണിയെടുക്കുന്നത്. ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക. അതുകൊണ്ട് എൻ്റെ തെങ്ങിൻ്റെ തേങ്ങ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പക്ഷെ എനിക്ക് എടുത്താൽ കിട്ടുമോ എന്ന് പറയാൻ കഴിയില്ല, നോക്കട്ടെ, എന്നാലും ഞാൻ നോക്കട്ടെ. അതുകൊണ്ട് എൻ്റെ എല്ലാ തെങ്ങിനും നല്ല തേങ്ങയുണ്ട്. ഞാനിങ്ങനെ ചെയ്തുകൊണ്ട് ഇതുപോലെ ചെയ്തിട്ട് വെള്ളം അടിച്ച് കൊടുത്താൽ നല്ലപോലെ തേങ്ങ കിട്ടും. ഇതുപോലെ ഇങ്ങനെ കമിച്ച് വെച്ചാൽ എന്നാൽ വെള്ളം നനച്ചത് ഒറ്റപ്പൊടി ഉണങ്ങൂല. 1 പൊടി വെള്ളം ഒരാഴ്ചത്തേക്കായാലും ആ വെള്ളം അതേപോലെ നിലനിൽക്കും. കൂടുതൽ വെള്ളമില്ലാത്തവർക്കെല്ലാം ബെസ്റ്റാണ്. വെള്ളത്തിന് ക്ഷാമമുള്ളവർക്ക്, എനക്കൊന്നും പിന്നെ വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ല, എന്നാലും പിന്നെ അടിക്കാൻ ബുദ്ധിമുട്ടല്ലേ അവർക്കെല്ലാം. ഈ വെള്ളമില്ലാത്തവർക്കെല്ലാം ഇത് നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ ചെയ്തോളുക. ചെയ്താൽ നിങ്ങളെ തെങ്ങും ഇതേപോലെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ തെങ്ങിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിവിടെ ഇട്ടിട്ടുള്ളത്. ഇതുപോലെ ചെയ്യുക. കണ്ടില്ലേ, ഇതുപോലെ കമിച്ച് വെക്കണേ. ഇതേപോലെ കമിച്ച് വെക്കുക. അതിന് ശേഷം ഇതുപോലെ കമിച്ച് വെച്ചിട്ടാകുമ്പോൾ ഇതിനെന്താ വേണ്ടിച്ചാൽ ഇത് മേലെ കുറേശ്ശെ മണ്ണും ഇങ്ങോട്ട് താത്തു കൊടുക്കണം. കുറേശ്ശെ ആ മണ്ണ്, അതിൻ്റെ സൈഡിലുള്ള മണ്ണ് ഇങ്ങോട്ട് കുറച്ച് താത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ ഒക്കെ കോരിക്കൂട്ടി ആ മണ്ണ് കുറേശ്ശെ ഇങ്ങോട്ട് താത്തു കൊടുത്താൽ മതി. ഇതേപോലെ താത്തു കൊടുത്താൽ ഇതിനകത്ത് അതവിടെ നിന്നോളും. കണ്ടില്ലേ,
ഇതേപോലെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ തന്നെ നല്ല വിളവെടുക്കാൻ കഴിയും തേങ്ങ. ഇത് കാണിച്ചു തരാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇത് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്ക്. നല്ല തേങ്ങ എനിക്ക് നല്ല കാണാൻ നല്ലോണം നിറച്ചും തേങ്ങ കോല നിറച്ചുകൊണ്ട് ഇതേപോലെ ചെയ്തുകൊണ്ട് കണ്ട ഇതേപോലെ ചെയ്തു വരാം. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ തേങ്ങ ഇഷ്ടംപോലെ ഉണ്ട്. എനിക്ക് തേങ്ങ കൊലയായിട്ട് ഒരുപാടുണ്ട് ഉണ്ടല്ലോ. ഇതിപ്പം കണ്ടില്ലേ ഇതേപോലെ ഇട്ടിട്ട് കുറേശ്ശെ മണ്ണും അതിൻ്റെ മേലിട്ട് കൊടുത്ത് ആ വെള്ളം കടിച്ചു കഴിഞ്ഞാൽ അവിടെ നല്ലോണം വെള്ളം ഈർപ്പത്തോടെ അവിടെ നിൽക്കും. ഇതേപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ നിൽക്കും. ഇനിയിപ്പോൾ എൻ്റെ തെങ്ങിൻ്റെത് നിങ്ങൾക്ക് ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. തെങ്ങിൻ്റെതും കൂടി ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ തെങ്ങ് ഈ തെങ്ങ് ഇതുപോലെ ഞാൻ ചെയ്തിട്ടാണ് ഇതേപോലെ എൻ്റെ തെങ്ങ് ഇത്രയും തേങ്ങകൾ എൻ്റെ കൊലമ്മൽ പൊരിക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ എടുത്താൽ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ദൂരെ ആയതുകൊണ്ട് മേലെ കയറി എടുക്കാൻ വലിയ തെങ്ങാണ്. അതുകൊണ്ടാണ് ഞാൻ മുറ്റത്തുള്ള തെങ്ങാണ്. അവിടെ അത്രയും തേങ്ങയുണ്ട് എൻ്റെ തെങ്ങിൽ ഈ പണിയെടുക്കുന്നതുകൊണ്ടാണ് ഈ തേങ്ങ. ഇത് ഇപ്പം ഇത് ഞാൻ ഇതേപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. അത്രയും തേങ്ങയുണ്ട് എൻ്റെ മേലെ മുകളിലാണ് നെല്ലിക്കാണ്. ഞാനത് വെക്കട്ടെ.